ഇന്നലെ ഒരു ഉച്ചയോട് കൂടി ഈ ഇരിക്കുന്ന മുതലുള്ള കോൾ എനിക്ക് വന്നു. കോൾ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ആൾ വരുന്നുണ്ട്, പിക്ക് ചെയ്യാൻ ചെല്ലണമെന്ന് പറയാനാണ് വിളിച്ചത്. എടുത്തപ്പോൾ കറക്റ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു 3 മണിയാകുമ്പോൾ കയറും, ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നു. പക്ഷേ 7 മണി 8 മണി എങ്ങാണ്ടായി എത്തിയപ്പം ഞാൻ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ ലുലു പോയി ഒരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. നമ്മൾ വാങ്ങാൻ കയറിയ മെയിൻ ഐറ്റം ഒരു 4-5 പാക്കറ്റ് ഞാൻ എടുത്തു. അതാകുമ്പോൾ പിന്നെ എപ്പോഴും പോകണ്ടല്ലോ. പിന്നെ കുറച്ച് സവോള എടുത്ത് വേഗം ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. അതായത് ഈ അമ്മൂമ്മയ്ക്ക് ഇറങ്ങാനും എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. അപ്പോൾ അപ്പൂപ്പൻ ഹെൽപ്പ് ചെയ്യാണ്. അത് കണ്ടപ്പോൾ എന്തോ മനസ്സിൻ്റെ ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോളിലുള്ള 5 സ്റ്റാർ തട്ടുകടയിൽ കയറി. ഞങ്ങൾക്ക് 2 പേർക്കും കുറേ സംസാരിക്കാനുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ എന്താ സംസാരിക്കുന്നത് ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞാൻ ചിലപ്പോൾ ഒരു കാര്യം ഒരു 50 വട്ടം ചേച്ചിയോട് പറയും, ചേച്ചിയുടെ കാര്യം 100 വട്ടം എന്നോടും പറയും. പക്ഷെ ഞങ്ങൾ 2 പേരും അത് ആദ്യമായിട്ടിരുന്ന് കേൾക്കുന്ന പോലെ ആയിരിക്കും, അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടിയായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഫുഡ് എത്തി. ഞങ്ങൾ ഫുഡ് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പം അപ്പുറത്തെ ടേബിളിൽ ബിരിയാണി ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ബിരിയാണി ഞങ്ങൾ ഓരോ പൊറോട്ട വീതം പറഞ്ഞിട്ട് ഒരു ഹാഫ് പ്ലേറ്റ് ബിരിയാണിയും കൂടെ പറഞ്ഞു. ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ മലബാറി സംതിങ് ആണ് അതിൻ്റെ പേര്. നല്ല ഗ്രേവി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ബിരിയാണി കൂടെ കഴിച്ച് 2 പേരും കൂടെ. ബിരിയാണി ഒരു നോർമൽ സാധാരണ ടേസ്റ്റ് പോലെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു ബ്ലാക്ക് ടീയും ചേച്ചി ഒരു കോഫിയും കൂടെ പറഞ്ഞിട്ട് അവിടെ നേരെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥ പറഞ്ഞ് തീരുന്നില്ല. ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് എപ്പോഴും ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.